സ്വിറ്റ്സർലൻഡിലെ ലുസേണിൽ സെയിന്റ് പീറ്റേഴ്സ് കത്തോലിക്ക ദേവാലയത്തിൽ വൈദികർക്ക് പകരം AI കുമ്പസാരക്കൂട് ഒരുക്കിയിരിക്കുന്നു. സമൂഹമാധ്യമങ്ങളിലും വാർത്താമാധ്യമങ്ങളിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയാണിത്. ഇനി നമുക്കിതിന്റെ സത്യാവസ്ഥ എന്തെന്ന് നോക്കാം. സത്യത്തിൽ ഇതൊരു വ്യാജ പ്രചരണമാണ്. മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്ത ഈ വാർത്ത യഥാർത്ഥത്തിൽ സത്യം വളച്ചൊടിക്കുന്നതാണ്. പള്ളിയിൽ AI ജീസസ് പദ്ധതി നിലവിലുണ്ടെന്നും ഇത് ആളുകളുടെ കുമ്പസാരം കേൾക്കാനോ ഒരു വൈദികനെ പകരക്കാരനാക്കാനോ ഉദ്ദേശിച്ചിട്ടുള്ളതല്ലെന്നും ലുസേൺ സെയിന്റ് പീറ്റേഴ്സ് കത്തോലിക്ക ദേവാലയ നേതൃത്വം വ്യക്തമാക്കി. AI-യെക്കുറിച്ച് ഇടവക വിശ്വാസികൾക്ക് അറിവ് പകരാനും വിശുദ്ധ ബൈബിൾ സംബന്ധമായും വിശ്വാസപരമായും ഉണ്ടാകുന്ന സംശയങ്ങൾ പരിഹരിക്കാനുമാണ് ഇതിവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. വിശ്വാസിക്ക് മുന്നിലിരിക്കുന്ന പാനൽ ബോർഡിലെ ബട്ടണിൽ വിരലമർത്തിയാൽ യേശുവിന്റെ ചിത്രം തെളിയുകയും പിന്നീട് ലൈവ് ഇന്ററാക്ഷൻ രീതിയിൽ മറുപടി പറയുകയുമാണ് ചെയ്യുന്നത്. വിശ്വാസപരമായും ബൈബിൾ പരമായും ഉള്ള സംശയത്തിന് മറുപടി ലഭിക്കും. ലുസേൺ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസ് ആൻഡ് ആർട്സിലെ ഇമ്മേഴ്സീവ് റിയാലിറ്റീസ് റിസർച്ച് ലാബിന്റെ സഹകരണത്തോടെയാണ് ഇടവക ഇത് സ്ഥാപിച്ചത്. എന്നാൽ ഇതിന് പിന്നാലെ സമൂഹമാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടക്കുകയായിരുന്നു. കുമ്പസാരിക്കാൻ വൈദികനെ തേടി പോകേണ്ട, അതിനും പരിഹാരമായി കുമ്പസാരക്കൂട്ടിൽ കർത്താവിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രൂപം പാപങ്ങൾ കേട്ട് പരിഹാരം പറയും എന്നിങ്ങനെയായിരുന്നു സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചത്. ഇത് ചില വാർത്താമാധ്യമങ്ങളും ഏറ്റെടുത്തതോടെ സെയിന്റ് പീറ്റേഴ്സ് ദേവാലയം വലിയ ശ്രദ്ധ നേടി. ഇതിന് പിന്നാലെ വിഷയത്തിന്റെ സത്യാവസ്ഥ അറിയിച്ച് ദേവാലയ നേതൃത്വം രംഗത്ത് വരികയായിരുന്നു.